കാലോടി എൻ്റെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും. ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. നമസ്കാരം. ഞാൻ അറിഞ്ഞ ക്രിസ്തു എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഭവ ബഹുലമായിട്ടുള്ള ചില കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പ്രതിപാദിക്കുവാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഞാനറിഞ്ഞ ക്രിസ്തു എന്ന് പറയുമ്പം പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവന്മേലുണ്ടായിരുന്നു എന്ന ആപ്തവാക്യമാണ് എൻ്റെ മനസ്സിലൂടിയെത്തുന്നത്. നന്നേ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ അന്നത്തെ കാലത്ത് ഒരു ദിവസം പോലും പ്രാർത്ഥനാപൂർവമായ വൈകുന്നേരങ്ങൾ ഇല്ലാത്ത ദിവസങ്ങൾ ഇല്ലായിരുന്നു. അങ്ങനെ അർപ്പണബോധവും പ്രാർത്ഥനാപൂർവമായ ഒരു ജീവിതവും അനുസരണയും ഒക്കെ പഠിപ്പിച്ച ഒരു കുടുംബത്തിലെ ഇളയ പുത്രനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അവിടെ എനിക്ക് കാണുവാൻ കഴിഞ്ഞത് ക്രിസ്തു എന്ന ലോകരക്ഷിതാവ്, സകല പാപങ്ങളുടെയും വിമോചകനായി ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൂജാതനായി ആ ചരിത്രം ഇങ്ങനെ വരികയാണ്. 33-ാമത്തെ വയസ്സിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു സ്നേഹമെന്ന ത്യാഗോജ്വലമായ സന്ദേശമാണ് ഈ ലോകത്തിന് നൽകിയത്. അത്ഭുതങ്ങളുടെ ഒരു വലിയ ഉറവിടമായിരുന്നു ക്രിസ്തു. ആ അത്ഭുതങ്ങൾ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ ആളുകൾ, കൊടാനുകൂടി ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുന്നു, അദ്ദേഹത്തെ സ്തുതി പാടുന്നു. ആ സ്തുതി പാടലൊക്കെ ജീവിതത്തിൽ നന്നേ ചെറുപ്പത്തിൽ പരിശീലിച്ച ഒരാളെന്ന നിലയിൽ ക്രിസ്തു ഒരു സ്നേഹമാണ്, കടലോളം സ്നേഹം തന്ന് നമ്മളെ പോറ്റുന്നവനാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ക്രിസ്തു സേവന തൽപരനായിരുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ. അദ്ദേഹം അലിവിൻ്റെയും ആർദ്രതയുടെയും നിർമ്മലതയുടെയും പ്രതീകമായിരുന്നു. അത് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ കൂടെ മാത്രമല്ല, ചരിത്രപരമായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ഇടപെടലുകൾ നമുക്കറിയാം. അത്ഭുതങ്ങൾ കാണിച്ച് കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയതും, അന്ധനായവന് കാഴ്ച കൊടുത്തതും, കാനായിലെ കല്യാണത്തിന് വീഞ്ഞ് ഒരുക്കി 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയതുമൊക്കെ അദ്ദേഹത്തിൻ്റെ അത്ഭുത കാഴ്ചകളായിരുന്നു. ക്രിസ്തു നമ്മളുടെ സേവന മനസ്സ്, അതാണ് ഒരുപക്ഷെ എനിക്ക് ഈ രാഷ്ട്രീയത്തിലും സേവനം ചെയ്യുവാനും സാധാരണക്കാരനെ സഹായിക്കുവാനും ജീവകാരുണ്യ പ്രവർത്തനത്തിന് ക്രിസ്തുവിൻ്റെ ആ ഉത്ബോധനം മനസ്സിൽ നന്നേ ചെറുപ്പത്തിലുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലെ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ട് ഈ നാട്ടിലേക്ക് സാമൂഹ്യ പ്രവർത്തനമായി തിരിച്ചു വരികയും നന്നേ ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ഇടയ്ക്ക് അമേരിക്കയിലേക്ക് പോവുകയും അവിടെ കുറേ നാൾ ജീവിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ആ ക്രിസ്തുവിൻ്റെ ഒരു വിളിയാണ് അദ്ദേഹത്തെ ത്യാഗോജ്വലമായിട്ടുള്ള സാമൂഹ്യ ജീവിതത്തിനുണ്ടാകുന്ന, പാവപ്പെട്ടവനുണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും അതിന് ഒരു കൈ സഹായിക്കാൻ പറ്റുന്ന സാമൂഹ്യ പ്രവർത്തനമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷമായി സാധാരണക്കാരോടൊപ്പം, പാവങ്ങളോടൊപ്പം എന്നാൽ കഴിയുന്ന സഹായങ്ങളും അവർക്ക് സാമൂഹ്യമായ പ്രതിബദ്ധതയോടെ അവരോടൊപ്പം നിൽക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമായി ഞാൻ കാണുന്നത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധികളിൽ ഒരു കൈ ഇങ്ങനെ നീട്ടി വരികയാണ്. ആ കൈ നമ്മളെ പിടിക്കുകയാണ്, തൊടുകയാണ്. പതറണ്ട. ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളിൽ, പരാധീനതകളിലും രോഗങ്ങളിലും പീഡകളിലുമൊക്കെ ക്രിസ്തുവിൻ്റെ ശക്തിയുള്ള കരങ്ങൾ നമ്മൾ മേൽ സ്പർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അമൂല്യമായിട്ടുള്ള ഒരു അനുഭൂതി, അത് നമുക്കൊരിക്കലും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിൻ്റെ ചിന്താഗതിയിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലും ആ വിശ്വാസ പ്രമാണങ്ങൾ ഉറച്ചു നിൽക്കാൻ കാരണവും ക്രിസ്തു എന്ന മഹാപുരുഷൻ, ലോകൈക രക്ഷകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം
നാടിന്, രാജ്യത്തിന്, ലോകത്തിന് നൽകിയ സംഭാവനകൾ, ആ പാവപ്പെട്ടവനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട ചരിത്രം, ആ ചരിത്രം ബൈബിളിക്കലി പറഞ്ഞാൽ നമുക്ക് ആ ചരിത്രം പാവപ്പെട്ടവനും നിരാലംബനും നിരാശ്രയനുമായിട്ടുള്ള ആളുകളെ, മർദ്ദിത പീഡിത വർഗത്തിനെ ഉയർത്തുവാൻ വേണ്ടി അർപ്പണബോധത്തോടെ നിന്ന ഒരു മഹാപുരുഷനായിരുന്നു ക്രിസ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അംശം പോലും എനിക്ക് പൊതുപ്രവർത്തനത്തിൽ കാണിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനത്തിൽ കാണിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം പരിശുദ്ധമായിട്ടുള്ള ഒരു ജീവിതത്തിലായിരുന്നു ഞാൻ രുചിച്ചറിഞ്ഞ ക്രിസ്തു എന്ന് പറയുന്ന മഹാപുരുഷൻ. ഞാൻ വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ എനിക്കൊരനുഭവം ജീവിതത്തിലുണ്ടായി. അത് കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന മൺമറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ KM മാണി സാറും ഒത്ത് കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് റവന്യൂ ടവറിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ അദ്ദേഹത്തോടൊപ്പം ജാഥ നയിച്ച് മുന്നോട്ട് പോകുമ്പം എൻ്റെ സൈഡിലൂടെ ഒരു ലോറി കടന്നു വരികയും ആ ലോറി എൻ്റെ കാലിൻ്റെ പാത്തിയിലൂടെ ആ ടയറ് കൊള്ളുകയും ഞാൻ മറിഞ്ഞടിച്ച് വീഴുകയും ഹോസ്പിറ്റലിൽ പോയി എല്ലാവരും എൻ്റെ കാലിൻ്റെ പത്തിയിലൂടെ ആ ടയറ് കടന്നു പോകുന്നത് കണ്ട കാഴ്ചയാണ്. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, എക്സ്റേ എടുത്തു, ഒന്നും സംഭവിച്ചില്ല. ആ വലിയ ഒരു വേദനയും കുറച്ച് നീരുമൊക്കെ വന്നതല്ലാതെ ആ കാലുകൾക്കൊരു ഒന്നും പറ്റിയില്ല എന്നുള്ളത് ഞാൻ അത്ഭുതത്തോടെ ഇന്നും ഓർക്കുന്ന കാര്യമാണ്. കാരണം ഡോക്ടർ കണ്ടപ്പോൾ പോറൽ പോലൊക്കെ ഇരുന്നു. അതെന്നെ താങ്ങി. ഞാനന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങൾ, ക്രിസ്തുവിൻ്റെ കരങ്ങൾ ആ സമയത്ത് പ്രവർത്തിച്ച് എന്നെ രക്ഷപ്പെടുത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ പ്രകടനമെല്ലാം നിന്നു. ഞാൻ വീഴുന്ന കണ്ടുകൊണ്ട് ആ ജാഥ അവിടെ നിന്നു, സ്റ്റോപ്പ് ചെയ്തു, എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ അനുഭവം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുപോലെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ പല അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ കരങ്ങൾ, ക്രിസ്തുവിൻ്റെ കരങ്ങൾ താങ്ങി നടത്തുന്ന സംഘടനകൾ, രാഷ്ട്രീയ ജീവിതത്തിൽ സംഘടനകൾ വരിക എന്നുള്ളത് പലപ്പോഴും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസുമായിട്ടുള്ള സംഘടനകൾ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും ഏറുകളും ഒക്കെ നടക്കുമ്പോൾ അത്ഭുതമായി രക്ഷപ്പെട്ട ഒരു ചരിത്രവും പല ചരിത്രങ്ങൾ എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. ദൈവസ്നേഹം നിറഞ്ഞു നിന്ന ഒരു ആ കാലഘട്ടം ഇപ്പോഴും അത് തന്നെ. അന്ന് ആ കാലഘട്ടത്തിലൊക്കെ അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവൃത്തി രുചിച്ചറിയാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാനും പാടുവാനും എനിക്ക് കഴിയുന്നത്. ഞാനെപ്പോഴും പോകുമ്പോഴെല്ലാം പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കും, ഇപ്പോഴത്തെ കാലങ്ങളെക്കുറിച്ച് ഓർക്കും. കഷ്ടപ്പാട് നിറഞ്ഞ കാലഘട്ടത്തിൽ നിന്നും നല്ലൊരു ജീവിത നിലവാരത്തിലേക്ക് വരുവാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം കൊണ്ടാണ്. അതിനെ സ്മരിക്കുന്ന ഒരു പാട്ടിൻ്റെ ഏതാനും വരികൾ പാടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്. ദൈവസ്നേഹം വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സത്യത്തിൽ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക പ്രവർത്തന രംഗത്തും മറ്റ് ജീവിത നിലവാരത്തിലും
ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിത്വമാണ്. നമുക്ക് പല സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു ടച്ച് എപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരും, ആ സംസാരത്തിലേക്ക് കടന്നു വരും. നമുക്ക് സ്നേഹിക്കാനുള്ള സ്നേഹമെന്ന സന്ദേശമാണ്. മഹാത്മജി പറഞ്ഞതും അത് തന്നെയാണ്. സ്നേഹം എന്ന സന്ദേശം പരത്തുക, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മജിയുടെ വാക്കുകളും എത്ര ഹൃദ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ അതുപോലെയാണ്. സ്നേഹം പരത്തുക, സ്നേഹം എല്ലാവർക്കും കൊടുക്കുക, ഒരു നല്ല ലോകത്തെ സൃഷ്ടിക്കുക, അതാണ് സ്നേഹം. ഇന്ന് നമുക്കറിയാം, പല കാര്യങ്ങളും നമുക്കറിയാം. സ്പർദ്ധയുടെയും ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന പ്രകൃതം നമുക്കറിയാം. വിശ്വാസം അതാണ് ഏറ്റവും ബലിഷ്ഠമായിട്ടുള്ളത്. അതേത് മതമായിക്കോട്ടെ, ഏത് ചിന്താഗതി ആയിക്കോട്ടെ, വിശ്വാസം, ദൃഢമായ വിശ്വാസം, ആ ദൃഢമായ വിശ്വാസമാണ് എനിക്ക് ക്രിസ്തുവിലുള്ളത്. അത് മറ്റുള്ള മതത്തെയോ മറ്റുള്ള ആളുകളെയോ മറ്റുള്ള വ്യത്യസ്തമായ മനുഷ്യ സമൂഹത്തെയോ വേർതിരിക്കാൻ കഴിയില്ല. അവർ അവരുടെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നു, ഞാൻ എൻ്റെ വിശ്വാസം ഉറച്ചു നിൽക്കുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്, മറ്റുള്ളവരുടെ ആരാധനയെ ബഹുമാനിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പൊതുപ്രവർത്തനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും ബുദ്ധമതക്കാരനും ഈ എല്ലാം സിഖുകാരനും ഒക്കെ ചേർന്ന ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന കൊച്ചു കേരളത്തിൽ, ആ ഒരു സ്റ്റേറ്റായ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്ന എനിക്ക് സഹവർത്തിത്വവും സ്നേഹവും സാഹോദര്യവും അതാണ് മുഖമുദ്രയായി എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ കൊണ്ടുപോകുന്നത്. അതെന്നെ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. അതെന്നെ അനുഷ്ഠിപ്പിച്ചത് ക്രിസ്തു എന്ന ആ ജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ്, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയാണ് അതെന്നെ പഠിപ്പിച്ചത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഏകദേശം 40 വർഷമായി രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നു. കലാരംഗത്തുണ്ട്, ഞാൻ കായിക രംഗത്തുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഒരു രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ക്രിസ്തു പഠിപ്പിച്ചു. ശത്രുക്കളെപ്പോലും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും പഠിപ്പിച്ചു. ആ സന്ദേശം മഹത്തരമാണ്, പ്രോജ്വലമാണ്. ആ പ്രോജ്വലമായ സന്ദേശത്തിന് അധിഷ്ഠിതമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിത നിലവാരത്തിൽ ആരോടും ശത്രു പുലർത്താറില്ല. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ശത്രുതയോട് പ്രവർത്തിച്ച് അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ആഗ്രഹം ഉള്ള വ്യക്തിത്വങ്ങളാണ് കുറേ ആളുകൾ. പക്ഷേ എല്ലാവരും അങ്ങനെയില്ല. എന്നാൽ സ്വന്തം അധികാരത്തിന് വേണ്ടി ആളുകളെ വെറുത്ത് അവരെ വകഞ്ഞു മാറ്റി മുന്നോട്ട് കയറി വരാനുള്ള ശ്രമം നടത്തുന്ന എത്രയോ അനേകം രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവാം. പക്ഷേ ഇന്ന് വരെ ഞാൻ അതിന് ഇടപെട്ടിട്ടില്ല. അതിന് എൻ്റെ ശത്രുക്കളായ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ തൊഴിൽ കൈയിടുവാനും അവരുടെ വീട്ടിൽ ദുഃഖമുണ്ടായാൽ സന്തോഷമുണ്ടായാൽ പോകുവാനുമൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പരമാവധി അവരെ സ്നേഹിക്കുവാൻ, അവരുടെ തോളിൽ കൈയിടുവാൻ, അവരോടൊപ്പം ഷേക്ക് ഹാൻഡ് കൊടുക്കുവാൻ, അവരോടൊപ്പം നിന്ന് അവരുടെ കാഴ്ചപ്പാടുകൾ വിഭിന്നമായിരിക്കാം, അവരുടെ പ്രവർത്തന രീതി വിഭിന്നമായിരിക്കാം. പക്ഷേ ഞാനൊരു വ്യക്തിത്വം എന്ന നിലയിൽ ഞാൻ വേറിട്ട ഒരു വ്യക്തിത്വമായി മാറുന്നതിനാണ് എനിക്ക് താല്പര്യം. അതിന് ക്രിസ്തുവിൻ്റെ സന്ദേശമാണ്, ക്രിസ്തുവിൻ്റെ ജീവിത ശൈലിയാണ് ഞാൻ അനുഷ്ഠിക്കുവാൻ. എനിക്ക് ക്രിസ്തുവിനെ ജീവിതശൈലി അനുസരിക്കുന്ന കോടാനുകൂടി ജനങ്ങളിൽ ഒരു ചെറിയ ഒരാളെന്ന നിലയിൽ എനിക്ക് ആ ക്രിസ്തു എന്ന ജീവിത ചരിത്രം, അത് ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പഴയ ചെറുപ്പമായിരുന്ന സമയത്തെ ഭക്തിയും ഒക്കെ പലപ്പോഴും നമ്മുടെ കൈവിട്ടു പോകും. കാരണം നമ്മുടെ തിരക്കുകളും ഒക്കെ കൊണ്ട് പക്ഷേ നമ്മൾ പഴയ പോലെ ദൈവത്തെ എപ്പോഴും വിളിക്കുവാനോ അല്ലെങ്കിൽ പ്രാർത്ഥന, വീട്ടിലുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയൊന്നും നമുക്ക് പലപ്പോഴും സമയത്തിൻ്റെ കുറവ് കൊണ്ടും അല്ലെങ്കിൽ സമയത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ടും ഒക്കെ സംഭവിക്കാം. പക്ഷേ പോക്കിലും വരവിലും കാറിൽ യാത്ര ചെയ്യുമ്പോഴും അല്ലാതെ നടക്കുമ്പോഴും എല്ലാം ദൈവഭക്തിയോടെ ചിന്തിക്കുവാനും ക്രിസ്തുവിനെ ഓർക്കുവാനും ആ നന്മയ്ക്ക്, ആ അദ്ദേഹം കാണിച്ച നന്മയുടെ നന്മ രുചിച്ചറിഞ്ഞ് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ജീവിത നിലവാരത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട്. അതിലൊക്കെ പിടിച്ചു നിൽക്കാൻ കരുത്ത് നൽകുന്നത് ക്രിസ്തു എന്ന ആ മഹാപുരുഷൻ, ലോകത്തിൻ്റെ, ഞാൻ ചിന്തിക്കുന്നു ലോകത്തിൻ്റെ അധീപനായി രക്ഷകനായിരിക്കുന്ന ക്രിസ്തു എന്ന ആ പ്രതിപുരുഷൻ നമ്മളെ കൊണ്ട് 10,000 അതിശ്രേഷ്ഠനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും 10,000 അതിശ്രേഷ്ഠനും 10,000 അതിസുന്ദരനുമാണ് അദ്ദേഹം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൃഢമായ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കും,
നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. നമുക്കൊരു പ്രയാസം വരുമ്പം, സാമ്പത്തിക പ്രയാസം വരുമ്പോൾ, അല്ലാതെ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ, നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒക്കെ ഓർക്കുമ്പം ഞാനൊരു പാട്ട് പാടാറുണ്ട്. ആ പാട്ടിങ്ങനെയാണ്: ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും സങ്കടഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ അദൃശ്യമായ ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ബലസ്ഥനാകുന്നത്. 10,000 നമ്മുടെ കൂടെ ഉണ്ടാകാം, ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകാം. നമ്മുടെ പിന്നിൽ ക്രിസ്തുവെന്ന ആ വലിയ മനുഷ്യൻ, ക്രിസ്തുവിൻ്റെ നമ്മുടെ പ്രതിരൂപമായി നമ്മളെ സൃഷ്ടിച്ചു ക്രിസ്തു. അപ്പോൾ നമ്മൾ ആ പ്രതിപുരുഷനെ എപ്പോഴും ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്ഫുള്ളായി മാറുവാൻ കഴിയുന്നത്. ഞാൻ ഓർക്കുകയാണ് പലപ്പോഴും ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ, BSc വരെ പഠിക്കുമ്പോഴൊക്കെ നമ്മളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് യാത്രയായി, അമേരിക്കയിൽ അവിടെ ചെന്ന് പഠിക്കുവാൻ കഴിഞ്ഞു. തിരിച്ചു വന്ന് ഇവിടെ നിന്ന് നമുക്ക് റിസർച്ച് ചെയ്ത് PhD എടുക്കാൻ കഴിഞ്ഞു. മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിലെ ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സാകാൻ കഴിഞ്ഞു. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ 25ഓളം ആൽബങ്ങളിലെ പാടുകയും ക്രിസ്തുവിൻ്റെ ആൽബങ്ങൾ എല്ലാ ഈസ്റ്റർ, ക്രിസ്മസ് ദിനങ്ങളിൽ, ഫെസ്റ്റിവൽ ദിനങ്ങളിൽ ആൽബങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ കേരള സംസ്ഥാനത്തെ 2 പ്രാവശ്യം പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം KLDCയുടെ ചെയർമാനായിരുന്നു. ഇപ്പോൾ ആഗ്രോ ഫ്രൂട്ട്സ് പ്രോസസ്സിംഗ് കമ്പനി ലിമിറ്റഡിൻ്റെ ചെയർമാനായി വർക്ക് ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ക്ഷമാശീലം എത്രമാത്രം വലുതാണെന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷമയുള്ള വലിയ വ്യക്തിയായിരുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, ഇപ്പോൾ ശത്രുവിനെ പോലും ക്ഷമിക്കുവാൻ പഠിപ്പിച്ച ക്രിസ്തു നമ്മളിലും അത് പലപ്പോഴും കാരണഭൂതമായി തീർന്നിട്ടുണ്ട്. എപ്പോഴോ ശത്രുക്കൾ നമുക്കറിയാതെ ശത്രുക്കൾ വരുന്നുണ്ട്. ഈ ശത്രുക്കൾ നമ്മളെ ഏതെല്ലാം രീതിയിൽ പരാജയപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുവാനൊക്കെ ഈ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുമ്പോൾ അപ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. ക്രിസ്തു എല്ലാവരോടും ക്ഷമിക്കുന്നു. ക്ഷമയെന്നത് മുഖമുദ്രയാക്കിയ ആത്മീയനായ പ്രതിപുരുഷനായിരുന്നു ക്രിസ്തു. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ശതമാനം, ഒരു അല്പമെങ്കിലും, ഒരു 100-1 അംശം അല്ല 10,000-1 അംശം അവരത്തിനും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ നമുക്കും ക്ഷമിക്കുവാൻ കഴിയും. മറ്റുള്ള ശത്രുവിനോടും പകയായിട്ട് നമ്മളോട് അടുക്കുന്നവരോടൊക്കെ നമുക്ക് ക്ഷമിച്ചു കഴിഞ്ഞാൽ വലിയ സംഘടനകൾ ഒഴിവാക്കാം, സ്പർദ്ധ ഒഴിവാക്കാം. അതൊക്കെ ദൈവം ക്രിസ്തുവാണ് പഠിപ്പിച്ചത്. അതുപോലെ നമ്മൾ പാപം ചെയ്യുന്നു. പാപം ചെയ്യുമ്പോൾ പാപം വിമോചകനായിട്ടാണ് ക്രിസ്തു അവതരിച്ചത്. അപ്പോൾ പാപം ചെയ്യുന്നവർ, ദൈവം ഒരുപക്ഷെ ഒരു പ്രാവശ്യം ഒരു ഘട്ടത്തിൽ പറഞ്ഞു, നിങ്ങളെ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഒരു സ്ത്രീയെ ആളുകൾ ഓടിച്ചിട്ട് കല്ലെറിഞ്ഞപ്പോൾ നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിയാൻ പറഞ്ഞപ്പോൾ ഒരു കല്ല് പോലും മേളിലോട്ട് പൊങ്ങി വന്നില്ല. അപ്പോൾ വിമോചകനായി വന്ന ദൈവം, നമ്മളും പാപം ചെയ്തിട്ടുള്ളവരാണ്. ഞാനൊക്കെ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പാപമെല്ലാം പൊറുക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പാട്ടാണ്, രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ, യേശുവേ എന്നും നീതിമാൻ്റെ മാർഗം നൽകണേ,
ഇടയ വഴിയിൽ നീ അഭയമരുളൂ രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഈ ഗാനവുമൊക്കെ നമ്മുടെ മനസ്സിൽ ക്രിസ്തുവിൻ്റെ രക്ഷപ്പെടുത്തലുകൾ അത് നമ്മൾ സത്യത്തിൽ നമ്മൾ ദൈവത്തിനെ പിന്തുടരുമ്പം ക്രിസ്തുവിനെ പിന്തുടരുമ്പം ഈ ഗാനങ്ങൾക്കെല്ലാം എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്നറിയാം. എഴുത്തുകാരൻ എഴുതുന്നത് ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നാണ്. എന്നുപോലെ നമ്മുടെ പാപവിമോചകനായി വന്ന ക്രിസ്തു നമ്മളെ ആ ക്രിസ്തുവിൻ്റെ നല്ല സന്ദേശങ്ങൾ മനസ്സിലേക്ക് രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ സക്സസ്ഫുള്ളായിട്ടൊരു ജീവിതം നമുക്കുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയാണ് നമ്മളെ നയിക്കുന്നത്. ക്രിസ്തു ലോകീയ രക്ഷനായെന്ന് ചിന്തിക്കുന്ന കോടാനുകൂടി ജനങ്ങൾ ഈ ലോകത്തുണ്ട്. ആ കോടാനുകൂടി ജനങ്ങൾ ക്രിസ്തു സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും സംരക്ഷകനായി അത്താണിയായി മാറി അത് പ്രതിഫലിപ്പിച്ചിട്ടാണ് ഈ മനുഷ്യരെല്ലാം കോടാനുകൂടി ജനങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തന എന്ന നിലയിൽ എനിക്കും അങ്ങനൊരു ചിന്താഗതി കടന്നു വന്നിട്ടുണ്ട് കൊച്ചിലെ തന്നെ. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ അമേരിക്കയിൽ ജീവിച്ചപ്പോഴും ആ അമേരിക്കയുടെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ നല്ല സമൃദ്ധമായ ജീവിതങ്ങളും നമുക്ക് കിട്ടിയപ്പോഴും കേരളത്തിലേക്ക് വരണം, കേരളത്തിലെ സാധാരണക്കാരന് വേണ്ടി മലയോര മേഖലയ്ക്ക് വേണ്ടി അവിടെ പാവപ്പെട്ടവർ അലഞ്ഞ് തോട്ടം മേഖലയിലൊക്കെ പണിയെടുത്ത് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ നിന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഓർക്കുകയാണ് ഈ പുനലൂർ നിയോജകമണ്ഡലത്തിലെ അച്ചൻകോൽ എന്ന പ്രദേശം. ആ അച്ചൻകോൽ പ്രദേശത്ത് ഒരു പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന സമയമാണ്. കുറച്ച് നാൾ ഞാൻ തിരിച്ചു വരാൻ 1999 വന്നു. 2001 ഞാൻ പൊതുപ്രവർത്തനം വീണ്ടും സജീവമായി കഴിഞ്ഞപ്പം ഞാൻ അച്ചൻകോൽ എന്ന് പറയുന്ന ഒരു പ്രാന്തപ്രദേശമാണ്. ഒരു വിഭാഗം ജനങ്ങൾ അവിടെ മറ്റുള്ള പട്ടണങ്ങളിൽ നിന്ന് വിട്ട് ശാസ്താവിൻ്റെ അമ്പലമൊക്കെ ഉള്ള മനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള ആ സ്ഥലത്തിലെ ജനങ്ങൾ പട്ടിണിയിലായിരുന്നു, അവിടെ തൊഴിലില്ലായിരുന്നു. ആ സമയത്ത് അന്ന് അവിടെ വനമേഖല ഫോറസ്റ്റ് മേഖലയായിരുന്നു. അപ്പോൾ എൻ്റെ പാർട്ടിയിലെ തൊഴിലാളി സുഹൃത്തുക്കളുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ അച്ചൻകോൽ പ്രദേശത്ത് തൊഴിലില്ല, ഒരു മരങ്ങൾ വെട്ടാൻ കഴിയുന്നില്ല, അവരാരും വന്ന് എടുക്കുന്നില്ല. ക്ലിയർ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ സത്യത്തിൽ എൻ്റെ കുറച്ച് പൈസയുണ്ട്. അപ്പം ഞാൻ ആ മേഖലയ്ക്ക് അപ്പോൾ തൊഴിലാളികളെല്ലാം എന്ന് പറയാം, സാറൊരു ഇതെടുക്ക്, ഞങ്ങളുടെ നേതാവല്ലേ ഇവിടെ ഒരു ക്ലിയർ ഫില്ലിങ്ങിൻ്റെ ഒരു കൺവീനർഷിപ്പിൽ ഒന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൺവീനർ ഒന്നും ആവാൻ വയ്യ. അപ്പോൾ അവസാനം ഞാൻ അങ്ങോട്ട് അവിടെ ചെന്ന് ഒരു വലിയ മേഖല ക്ലിയർ ഫില്ലിങ്ങിനായിട്ട് എടുത്തു. ഏകദേശം എനിക്കൊന്ന് 1 കോടി രൂപയോളം അന്നത്തെ കാലത്ത് 2001 അന്ന് ചിലവഴിക്കാൻ പറ്റി. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സമ്പാദ്യത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ അന്ന് ജോലി കൊടുക്കണം ആയിരക്കണക്കിന് ആളുകൾക്ക്. അന്ന് ഈ ക്ലിയർ ഫില്ലിംഗ് മേഖലയിൽ ആ ഭാഗത്ത് വനമേഖലയിൽ ജോലി കൊടുക്കാൻ, അവർക്ക് ജീവിതത്തിൽ ആഹാരം കഴിച്ച് ജീവിക്കാൻ കൊടുക്കുന്ന ഒരു കാര്യം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ ഇന്നും ആ മേഖലയിൽ ചെല്ലുമ്പോൾ ഓർക്കാറുണ്ട്. അങ്ങനെ പല സാധാരണക്കാരുടെ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിന്ന് വരെ ഞാൻ പാവപ്പെട്ടവർക്ക് ഒരു 3-4 പേർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ മുൻകൈ എടുത്ത് നിന്നിട്ടുണ്ട്. പല ഭവന നിർമ്മാണത്തിനും ഉദാരമായ സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ സന്ദർഭത്തിൽ ഈ ജീവിത രീതിയിൽ, ജീവിത നിലവാരത്തിൽ ക്രിസ്തുവിൻ്റെ ആ വലിയ സന്ദേശം അന്ന് ഇപ്പോഴത്തെ തലമുറ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ അത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം നൽകിയ സന്ദേശം ഇപ്പോഴത്തെ തലമുറയും പുതിയ സമൂഹവും ഏറ്റെടുത്താൽ അവരുടെ ജീവിതത്തിന് വലിയ ശക്തിയും വലിയ പ്രാധാന്യം ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് അത്രമാത്രം മഹത്തരമാണത്, അത്രമാത്രം മഹത്തരമായ സന്ദേശമാണ് അദ്ദേഹം ജീവിതത്തിലൂടെ കാഴ്ചവെച്ചത്. അപ്പോൾ ഈ സമൂഹം, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയും ഇപ്പോഴത്തെ സമൂഹവും ഒരുപാട് സുഖങ്ങൾ കിട്ടുന്ന ഒരു സമൂഹമായി മാറി. ഡെവലപ്മെൻറ്റ്സ്, എല്ലാ
പുരോഗതിയും പ്രാപിച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്യുന്നു, എഡ്യൂക്കേഷണലി ഡെവലപ്പ് ചെയ്യുന്നു, വ്യവസായപരമായി ഡെവലപ്പ് ചെയ്യുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു രാജ്യമായി, ഒരു നാടായി ഇന്ത്യയും കേരളമൊക്കെ മാറി. അപ്പം അവിടെ ഭക്തിയുടെ മാർഗം ശുഷ്കിച്ചു വരുന്നു. അത് മാറ്റണം. സമത്വസുന്ദരമായ ഒരു നാട്, സമത്വസുന്ദരമായ ഒരു ലോകം, അതാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അവിടെയാണ് നമ്മൾ കോവിഡ് വന്നപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിനെയും ലോകത്തെയും എല്ലാം പിടിച്ചുലക്കി. പക്ഷേ ആ മഹാമാരിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അവിടെ കുറേ ആളുകൾ പൊലിഞ്ഞു പോയെങ്കിൽ പോലും ആ മഹാമാരിയിലും നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോഴുള്ള തലമുറ, ഈ വരുന്ന തലമുറ, വരാൻ പോകുന്ന തലമുറകൾക്കെല്ലാം ഭക്തിമാർഗം ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയായി മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പുതിയ തലമുറ എന്ന് പറയുമ്പം ലോകം മുഴുവൻ സുഖം പകരുന്ന ചിന്താഗതിയുള്ള ആളുകളായും മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പാട്ടുകൾ തന്നെ എന്തുമാത്രം പ്രസിദ്ധമായ വരികളാണ്. അതിങ്ങനെയാണ്: ലോകം മുഴുവൻ സുഖം പകരാനായി അങ്ങനെ സ്നേഹത്താൽ കഴിയുന്ന ഒരു ലോകമായി ഇത് മാറട്ടെ. സമൃദ്ധമായിട്ടുള്ള സാഹോദര്യമുള്ള എല്ലാ ജനങ്ങളും സന്തോഷത്തിൽ ജീവിക്കുന്നവരായി മാറട്ടെ. അത് ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ് ഞാൻ ജീവിക്കുന്ന പോലെ എല്ലാവർക്കും കഴിയട്ടെ. അതിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസൃതമായി ജീവിച്ചുകൊണ്ട് ക്രിസ്തു നൽകിയ സന്ദേശം അത് ആ സന്ദേശത്തിൽ ജീവിതത്തിലൂടെ പകർത്തുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.